മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചതിനെ സ്വാഗതം ചെയ്ത് CPM. നേരത്തെ നേതാക്കൾ പത്മ പുരസ്കാരം നിരസിച്ചത് അവരുടെ നിലപാടാണെന്നാണ് പാർട്ടിയുടെ വിശദീകരണം. ഇന്നലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷമുണ്ടെന്നാണ് വി.എസിന്റെ മകൻ വി.എ. അരുൺകുമാർ പ്രതികരിച്ചത്. പത്മവിഭൂഷൺ മുതൽ ഭാരതരത്ന പുരസ്കാരം വരെ ഇടത് നേതാക്കൾ നിരസിച്ചിട്ടുള്ളപ്പോഴാണ് വി.എസിന്റെ കാര്യത്തിൽ പാർട്ടിയുടെ നയം മാറ്റം. പുരസ്കാരങ്ങൾക്കായല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതുപ്രവർത്തനമെന്നും ഭരണകൂടം നൽകുന്ന ബഹുമതികൾ കമ്മ്യൂണിസ്റ്റുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നിങ്ങനെ രണ്ട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ നിരസിക്കലുകളെല്ലാം പാർട്ടി നടത്തിയിരുന്നത്. വി.എസിന്റെ കുടുംബം പറയുന്നതിനോടൊപ്പം CPM നിൽക്കുമെന്നും മുതിർന്ന നേതാക്കൾ അറിയിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ഇക്കാര്യത്തിലും വ്യക്തത വരുത്തുകയായിരുന്നു. നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് രാജ്യത്തെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് EMSന് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പാർട്ടിയും EMSും പുരസ്കാരം നിരസിച്ചു. 1996 ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന് ഭാരതരത്നം നൽകാൻ ആലോചനയുണ്ടായി. പുരസ്കാരം പ്രഖ്യാപിച്ചാൽ സ്വീകരിക്കുമോ എന്ന് മുൻകൂട്ടി ചോദിച്ചിരുന്നു. ബസുവും പാർട്ടിയും പുരസ്കാരം സ്വീകരിക്കേണ്ടെന്ന നിലപാടിലായിരുന്നു. അതിനാൽ പ്രഖ്യാപനം ഉണ്ടായില്ല. ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്ത് തന്നെ CPM നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷൺ നൽകാൻ ആലോചന ഉണ്ടായി. സ്വീകരിക്കില്ല എന്ന നിലപാട് അദ്ദേഹവും പാർട്ടിയും എടുത്തു. 2022 ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മഭൂഷൺ നൽകി. പുരസ്കാരം നിരസിച്ച് അദ്ദേഹവും പാർട്ടിയും നിലപാടെടുത്തു.